ഹേയ് ബേബീസ്, നമ്മളെ ചാനലിൽ ഇനി കുറച്ച് ലോങ് വീഡിയോസും ഷോർട്സും ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇനി മുതൽ കൺസിസ്റ്റൻ്റ് ആവാമെന്നൊക്കെ വിചാരിച്ചിട്ട് മൈൻഡെല്ലാം സെറ്റാക്കി വെച്ച സമയത്ത് തന്നെ എൻ്റെ ഫോണിന് നല്ലൊരു പണി കിട്ടി. അതുകൊണ്ട് ഫോണ് സർവീസും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഫോണ് തിരിച്ചു കിട്ടിയപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗിവ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ദിസ് സ്മോൾ ഹാബിറ്റ് ചേഞ്ച് മൈ ലൈഫ്. ചേഞ്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ ലൈഫ് ചേഞ്ചായി എന്നല്ല ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ പോസിറ്റീവ് ചേഞ്ചസ് എൻ്റെ ലൈഫിൽ വന്നത് ഈ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. ഞാൻ എന്തിനാണ് ഈ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത്, ഇതിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. കൂടുതൽ ലെങ്ത്തുള്ള വീഡിയോ ആവില്ല. നിങ്ങൾക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഒരു ഐഡിയ കിട്ടും. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് ഒരു 2 years മുമ്പ് എൻ്റെ ലൈഫിൽ നടക്കുന്നതൊന്നും ഓക്കെ അല്ല, നെഗറ്റീവ് തോട്ട്സ്, ആങ്സൈറ്റി, അതുപോലെ തന്നെ ഫീലിംഗ് ലോ എനർജി, ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, ഒരു കാര്യത്തിലും ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല, ഭയങ്കര ഒരു എന്താ പറയുക, ഫീലിംഗ് ലോസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷന് കൂടെ പോണ സമയത്താണ് ഞാൻ ഇതേപോലെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് ഒരു വീഡിയോ എനിക്ക് സ്ട്രൈക്ക് ആയത്. അത് ഈ ഒരു ഹാബിറ്റിനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഹാബിറ്റ് എന്താണ്, എങ്ങനെയാണിത് ചെയ്യുക, അതിന് പറ്റിയിട്ടുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെ ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചിട്ട് എനിക്ക് വർക്കായിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്തതിന് ശേഷം പോസിറ്റീവായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ വന്നു തുടങ്ങി. ഞാൻ പറയുന്നത് എൻ്റെ ലൈഫ് എൻറ്റയർലി മാറി എന്നല്ല, എൻ്റെ ലൈഫിൽ ചെറിയ ചെറിയ പോസിറ്റീവ് ചേഞ്ചസ് ഞാൻ തന്നെ കാണാൻ തുടങ്ങി. ഞാൻ അതിൽ ഹാപ്പി ആയി തുടങ്ങി. നമ്മളുടെ ചുറ്റിനുള്ള ആൾക്കാരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ അവരെ സെൽഫ് തന്നെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അവർ ഓൾ ടൈം നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ ചെയ്യും തോറും അവർക്ക് നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അട്രാക്റ്റ് ആവുള്ളൂ. അപ്പം തന്നെ അവർ എൻ്റെ ലൈഫിൽ ഞാൻ ലോസ്റ്റാണ്, എൻ്റെ ലൈഫിൽ എനിക്ക് ആരുമില്ല, എനിക്കൊന്നുമില്ല, എനിക്കൊരു സാധനവുമില്ല, എനിക്കൊരു കാര്യവും ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ തോട്ട്സിലൂടെ നമ്മളുടെ സെൽഫിനെ നമ്മൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കും. ബട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് നമ്മളെ സഹായിക്കുന്നത് കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ. എനിക്ക് പയ്യെയാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് വന്നു തുടങ്ങിയത്. പയ്യെ ഞാനിതിൽ ട്രസ്റ്റ് ചെയ്ത്, ഇത് ബിലീവ് ചെയ്ത് ഞാൻ ചെയ്ത് തുടങ്ങി, കൺസിസ്റ്റൻ്റായി ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഒരു 1 month ഒക്കെ കഴിഞ്ഞപ്പോൾ മുതൽ ഐ ഫീൽ ലൈറ്റർ. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് വരാൻ തുടങ്ങി. ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും വേണ്ട, ഞാൻ ചെറിയ കാര്യത്തിൽ വരെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ആ ചെറിയ കാര്യത്തിൽ വരെ ഗ്രേറ്റ്ഫുൾ ആണ്. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് അറിയില്ല, കുറേ പേർക്ക് അറിയാം. ഞാനിപ്പോൾ കുറേ കണ്ടൻറ്റ്സ് ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കുറേ പേര്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കുള്ള കാര്യത്തിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. താങ്ക് യു യൂണിവേഴ്സ്, ഐ ഹാവ് ദിസ്, ഐ ഗോട്ട് ദിസ്, ഐ ഹാവ് ദീസ് മച്ച് ഫെസിലിറ്റീസ് ഇൻ മൈ ലൈഫ്, ഐ ഹാവ് ലോഡ്സ് ഓഫ് ഫ്രണ്ട്സ് ഹൂ സപ്പോർട്ട്സ് മീ. അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മളെ സെൽഫിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നമ്മൾ എല്ലാത്തിനും നമ്മളുടെ ലൈഫിൽ ഇപ്പം ഞാൻ ആഗ്രഹിച്ചൊരു ഫുഡ് കഴിച്ചു, ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ് ആൻഡ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഈ സംഭവം റിട്ടേൺ ഇട്ട് കഴിഞ്ഞു. ഈ സംഭവം നമ്മൾ ബിലീവ് ചെയ്തു. ഇത് നമ്മൾ യൂണിവേഴ്സിനോട് താങ്ക് യു പറഞ്ഞു, ഇത് തന്നതിന്, നമ്മൾ ഇതിലേക്ക് എത്തിച്ചേർന്നതിന്,
നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒന്നും അല്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമ്മളൊരു പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഹാപ്പിനെസ് ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. ഞാൻ ചെറിയൊരു ട്രിപ്പ് പോയി, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ആൾക്കാരുടെ കൂടെ ഞാൻ നിന്നു, ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എൻ്റെ സെൽഫിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ഇതൊക്കെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, ഇതിനൊക്കെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളുടെ ലൈഫിൽ നമ്മളുടെ മനസ്സ് ഭയങ്കര ലൈറ്ററാവും. നമ്മളുടെ നെഗറ്റീവ് എനർജീസൊക്കെ പയ്യെ പയ്യെ വാനിഷ് ആവാൻ തുടങ്ങും. നമ്മളുടെ ചുറ്റിനുള്ള ആൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറേ പേര് നെഗറ്റീവ് തോട്ട്സ് ആയിട്ട് നടക്കണം. എനിക്കതില്ല, എനിക്കിതില്ല, എനിക്കതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല, ഞാൻ കോൺഫിഡൻ്റ് അല്ല, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഞാനൊരു വേഴ്സ്റ്റാണ്, എനിക്കൊരു കാര്യങ്ങളിലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം സബ് കോൺഷ്യസ് മൈൻഡിൽ കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ പേര്. ബട്ട് അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് സത്യം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ബിലീവ് ചെയ്യാണ്ട് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടാൻ പോണില്ല എന്നുള്ളത് 100% ഞാൻ ഷുവർ തരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സും ബാക്കിയുള്ളവരൊക്കെ ഇതൊന്ന് ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അത് കൺസിസ്റ്റൻ്റ് ആവാനും പറ്റിയിട്ടില്ല, അതിൽ നിന്ന് അവർക്ക് റിസൾട്ടും കിട്ടിയിട്ടില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് കൺസിസ്റ്റൻ്റായി നമ്മൾ ബിലീവ് ചെയ്ത് ഇത് നടക്കും, ഇത് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിക്ക് നമ്മൾ എഴുതി റിട്ടേൺ ചെയ്ത് വെക്കുന്ന ജേർണലാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറയുന്നത്. പിന്നെ 1 ഡേ കൊണ്ട് ആരുടെ ലൈഫും മാറൂല, എൻ്റെ ലൈഫും മാറിയിട്ടില്ല. ബട്ട് ഞാനിത് കൺസിസ്റ്റൻ്റായി ബിലീവ് ചെയ്ത് ഞാനൊരു 1 മന്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചൊക്കെ റിസൾട്ട് കിട്ടി തുടങ്ങിയത്. എൻ്റെ നെഗറ്റീവ് എനർജീസ് കുറച്ച് മാറി തുടങ്ങി, എൻ്റെ നെഗറ്റീവ് തോട്ട്സ് പയ്യെ പയ്യെ മാറി തുടങ്ങി. ഞാൻ എന്നിലേക്ക് തന്നെ എന്താ പറയുക, എൻ്റെ കാര്യങ്ങൾ ഞാൻ മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് പറയുന്ന പോലെ എൻ്റെ കാര്യങ്ങളിലേക്ക് മാത്രമായി. ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നതിന് പകരം അത് പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് കൺവേർട്ട് ആവാൻ തുടങ്ങി. ഞാൻ എൻ്റെ ലൈഫിലെ ഓരോ കാര്യങ്ങളും ലൈറ്റർ ആവാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സമാധാനം, ഒരു പീസ്ഫുൾ ലൈഫിലേക്ക് ചെറുതായിട്ട് വന്നു തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ഒരു ജേർണി സ്റ്റാർട്ടായത്. നമ്മൾ നെഗറ്റീവ് തോട്ട്സ് എത്ര നമ്മളെ ബോഡിയിലേക്കും നമ്മളെ മൈൻഡിലേക്കും കൊടുക്കുന്നോ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അട്രാക്റ്റ് ആവുള്ളൂ. അതൊരു ലോ ആണ്. എന്ന് വെച്ചാൽ ഒരു പ്രപഞ്ച സത്യമാണത്. നമ്മൾ ഇങ്ങനെ പറയുകയാണ്, എനിക്കിതിനുള്ള കഴിവില്ല, എനിക്കതില്ല, എനിക്കിതില്ല, അങ്ങനെ ഇങ്ങനെ, എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം, മൂവ് ഓൺ ചെയ്യണം, നമ്മൾ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കണം. നമുക്ക് നമ്മളെ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ട്, നമുക്ക് പർപ്പസ് ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയണം. അറ്റ്ലീസ്റ്റ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക പീസ്ഫുൾ ആവും, അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ബട്ട് ഇത് നമ്മളെ ചെറുതായിട്ടെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ ചേഞ്ചസിൽ മെയിനായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം എൻ്റെ ഫിയർ. എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു, എനിക്കൊരാളുടെ അടുത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ പേടി ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഇപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ള അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരുന്നില്ല. പിന്നെ ഞാനത് മാറി, എനിക്ക് പേടിയായി ഒരാളോട് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമോ എന്നുള്ളൊരു സംഭവമായി. പിന്നെ ഇത് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഫിയർ മെല്ലെ മെല്ലെ പോയി, എൻ്റെ കോൺഫിഡൻസ് ഇങ്ങനെ അപ്പാവാൻ തുടങ്ങി. പിന്നെ ഞാൻ എവിടെയും കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ കാര്യം പറയാൻ എനിക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല. മെയിനായിട്ട് എനിക്ക് വന്ന ചേഞ്ച് എന്ന് പറയുന്നത്, എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എവിടെയും നിൽക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു രക്ഷാ കവചം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു സാധനം എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നി തുടങ്ങി. ആ ഒരു പോസിറ്റീവ് തോട്ടിലേക്ക് എൻ്റെ മൈൻഡ് മാറി തുടങ്ങി. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ അറിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളവർ ഈ ഒരു സംഭവം നോക്കിയാൽ മതി. ഇതേപോലെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നമ്മൾ എഴുതുക. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇത് ചെയ്യാൻ കൂടുതൽ സമയമോ കുറേ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളോ ഒന്നും വേണ്ട ആവശ്യമില്ല.
ഒരു 10 രൂപേൻ്റെ നോട്ട്ബുക്ക് അതൊരു 1 മന്തിനേക്ക് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാൻ ഡയറിയാണ് യൂസ് ചെയ്തത്. ഡയറി ഒന്നും വേണമെന്ന് ഒരു നിർബന്ധവും. ഒരു ചെറിയ നോട്ട്ബുക്കും ഒരു പെന്നും. ഇനി കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം വേണമെന്നുണ്ടെങ്കിൽ വല്ല ഡയറിയോ എക്സ്പെൻസീവ് ആയിട്ടുള്ള പെന്നോ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യുക. ഒരു പെന്നും ഒരു ബുക്കും ഇതിനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം 2 മിനിറ്റ്സ് മതി ഈ ഒരു സംഭവം എഴുതി തീർക്കാൻ. നിങ്ങൾ ഓരോ ദിവസം ഡേ 1 നമ്മൾ എഴുതേണ്ടത് ഇതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇങ്ങനെയാണ് എഴുതുക. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ലൈഫ്, ഐ ആം ഹാപ്പി, ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ മൈ പീപ്പിൾ അറൗണ്ട് മീ ഹു സപ്പോർട്ട്സ് മീ. ഇങ്ങനത്തെ സംഭവങ്ങൾ എഴുതുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യം ഉള്ളതുപോലെ എഴുതാം, അതും വർക്കാവും. നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്, പക്ഷേ നിങ്ങളടുത്ത് ഐഫോൺ ഇല്ല. അപ്പം നിങ്ങൾ പറയാം ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഐ ഗോട്ട് മൈ ന്യൂ ഐഫോൺ. അങ്ങനെ പറയുമ്പോൾ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് ഫീഡായി കിടക്കുകയാണ്. ഓക്കെ, ഈ സംഭവം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുകയാണ്. ലെറ്റ് ഇറ്റ് ഗോ. അത് നടക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ ഡൗട്ട് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. ലെറ്റ് ഇറ്റ് ഗോ. അത് നടക്കും, അതൊരു ടൈം ആകുമ്പോൾ നടക്കും. അതുപോലെ നമ്മൾ യൂണിവേഴ്സിന് കുറച്ച് ടൈം കൊടുക്കുക. ഇത് നടന്നില്ലല്ലോ അത് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കൂല. ബട്ട് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അത് നടക്കും. ഞാനിപ്പോൾ എഴുതുകയാണെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ യൂട്യൂബിൽ ഒരു സബ്സ്ക്രൈബർ കൂടിയാൽ തന്നെ ഞാൻ അന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ ഞാൻ എഴുതാം ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ബിക്കോസ് ഐ ഗെയിൻഡ് 1 സബ്സ്ക്രൈബർ ഇൻ മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഞാൻ അങ്ങനെ എഴുതും. അപ്പോൾ എനിക്ക് ഇനിയും വരും, എനിക്ക് കൂടുതൽ വരും എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. മനസ്സിലായില്ലേ? ആ ഒരു ലോജിക്ക് മനസ്സിലായില്ലേ? അങ്ങനെയാണ് സംഭവം എഴുതേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനൊരു വീഡിയോ അതിന് മാത്രമായിട്ട് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ പോയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ChatGPT-നോട് ചോദിക്കുക ഹൗ ടു റൈറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. വെറുതെ ഞാൻ പറഞ്ഞത് ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൻ്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇത് ഏത് സമയത്ത് എഴുതണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഇത് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നെയോ അല്ലെങ്കിൽ എണീറ്റ പാടെയോ ആണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴും നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപുമാണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായിരിക്കുക. 95% നല്ല രീതിക്ക് ആക്റ്റീവായിരിക്കുന്ന ടൈമാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നും ഉറങ്ങി എണീറ്റ പാടെ. അതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങാൻ പോണതിൻ്റെ മുന്നേ എഴുതുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അന്നത്തെ ദിവസം നിങ്ങൾ അനലൈസ് ചെയ്യുക. നിങ്ങളൊരു ജേർണൽ എഴുതുന്ന പോലെ നിങ്ങളിങ്ങനെ തിങ്ക് ചെയ്യുക, എന്തൊക്കെയാണ് ഇന്ന് എൻ്റെ ലൈഫിൽ നടന്നത്, ഇന്ന് എനിക്ക് എന്തൊക്കെ കിട്ടി. അതിന് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ആ ബുക്കിൽ എഴുതി വെക്കുക. ഡേ 1 ഇപ്പോൾ ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 12/6/2026 ഡേ 1 എന്നിട്ട് നമ്മൾ എഴുതുക ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ലൈഫ്, I got this, I'm so grateful for this, I'm so grateful for that I got this. ഇങ്ങനത്തെ സംഭവങ്ങൾ എഴുതി വെക്കാം. അതുപോലെ തന്നെ ഇത് എത്ര ദിവസം എഴുതണം എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. സയൻറ്റിഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21 days ആണ് ഒരു മനുഷ്യന്, ഒരു ഹ്യൂമന് എന്താ പറയുക, ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്തെടുക്കാനുള്ളൊരു ടൈം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറയുമ്പോൾ അതൊരു 1 month കൺസിസ്റ്റൻ്റ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. 21 days എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ചേഞ്ചസ് ചെറുതായിട്ട് കാണാൻ പറ്റും. ബട്ട് അത് ഓരോരുത്തരുടെ എനർജി അനുസരിച്ചിരിക്കും. ചിലവർക്ക് ഭയങ്കര ഹൈ എനർജി ആയിരിക്കും, അപ്പോൾ അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയേക്കാം. പക്ഷെങ്കിൽ ചിലവർക്ക് അത് പെട്ടെന്ന് കിട്ടിക്കോണം എന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കുറച്ച് ലൈറ്ററായിട്ട് ഫീൽ ആവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കതായിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി മക്കളെ നിങ്ങളതും ആവും. അതെനിക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. 21 days 2 minutes, ഒരു പെന്ന്, ഒരു ബുക്ക്, ഇത് മാത്രം മതി നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിന്ന്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്കും കൂടി അറിയാലോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഏത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പറഞ്ഞ് സംസാരിച്ച്
ശീലമല്ല, എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടുക. പിന്നെ എനിക്ക് സംഭവം എങ്ങനെയാ പറയണ്ടേ എന്നുള്ളൊരു സംഭവത്തിലേക്ക് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സ്റ്റഡി ആയി ഇങ്ങനെ സ്ട്രിക്റ്റ് അങ്ങനെ ആയിട്ടൊന്നും അല്ല ഞാൻ പറയുക. ആക്ച്വലി ഞാൻ കുറച്ച് ഫണ്ണി ആയിട്ട് പറയുന്ന ആളാണ്. പക്ഷേ ഞാനിങ്ങനെ അങ്ങനെ ചെയ്യാം എനിക്കറിയില്ല സംഭവം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോയി സംസാരിക്കണേ. മേ ബി ഞാൻ ട്രാക്കിലേക്ക് കയറുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫണ്ണായിട്ട് സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് എല്ലാം ചെയ്യാം. 21 days ഉള്ള ഒരു ജേണി ഞാൻ ചെയ്യുന്നുണ്ട്. ഷോർട്സ് ആയിട്ടായിരിക്കും ഇടുക. നിങ്ങൾക്ക് കൂടെ കൂടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഒരു ടൈം നമുക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നെയിം അടിച്ചു കൊടുത്തിട്ട് കാണാം. ഇനി വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബേബീസ്.